മാർക്കറ്റില് സ്വന്തമായിട്ട് ട്രേഡ് ചെയ്യുന്ന ഒത്തിരി അധികം പേര് ചെയ്യുന്ന ഒരു വലിയ മിസ്റ്റേക്ക് ആണ്. നമ്മൾ ചാർട്ട് എടുത്തതിന് ശേഷം ഇതേപോലെ ഒരു നമ്മൾ ട്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ചാർട്ട് എടുത്തതിന് ശേഷം ഇതിനകത്ത് ക്യാൻഡിൽസ് നോക്കിയതിന് ശേഷം, അതായത് ക്യാൻഡിൽസ് നോക്കിയിട്ട് ഇങ്ങനെ സപ്പോർട്ട്, ഇതുപോലെ റെസിസ്റ്റൻസ് ഇങ്ങനെ മാർക്ക് ചെയ്ത് വെക്കും. ശരിക്കും അങ്ങനെയാണോ മാർക്കറ്റ് വർക്ക് ചെയ്യുന്നത്? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് എളുപ്പമാണ്. നമ്മളിപ്പോ ഒരുപാട് വീഡിയോസും മറ്റും കാര്യങ്ങൾ കാണുമ്പോൾ ഇതിനകത്ത് ഇന്ന പാറ്റേൺ ഉണ്ട്, ഇതിനകത്ത് ഇവിടെ റെസിസ്റ്റൻസ്, അങ്ങനെ ക്യാൻഡിൽസിക്ക് അനുസരിച്ചിട്ടാണോ മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്? അതിനകത്ത് സപ്പോർട്ട് റെസിസ്റ്റൻസ് മനസ്സിലാക്കിയാണോ മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്? ഒരിക്കലുമല്ല. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഞാനിപ്പോ ലാസ്റ്റ് വീഡിയോയിൽ എത്ര പേരത് കണ്ടിട്ടുണ്ടാവും എന്ന് അറിയില്ല, ഞാനൊന്ന് ചുരുക്കി പറയാം. ലാസ്റ്റ് വീഡിയോയിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞിരുന്നു. നമ്മളെ മാർക്കറ്റിലുള്ള ബിഗ് പ്ലേയേഴ്സ് ട്രേഡ് എടുക്കുന്ന കോൺട്രാക്ട് ലെവലുകൾ നമ്മൾ അറിഞ്ഞിരിക്കണം. എന്താണ് കോൺട്രാക്ട് ലെവല്? ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ ഞാൻ ഈ മാർക്ക് ചെയ്തേക്കുന്ന ഈ ഒരു ലൈൻ ഒന്ന് നോക്കുക. ഈ ഒരു ബ്ലാക്ക് ലൈൻ ഞാൻ ബാക്കി ഒന്ന് റിമൂവ് ചെയ്യാം. ശ്രദ്ധിച്ച് കേട്ടോളൂ കേട്ടോ, ശ്രദ്ധിച്ച് കേട്ടോളൂ, എന്നാലേ പെട്ടെന്ന് മനസ്സിലാവത്തുള്ളൂ. സ്കിപ്പ് ചെയ്യാതെ ശ്രദ്ധിച്ചേക്കാം. ഇത് ഞാൻ ഈ മാർക്ക് ചെയ്തെങ്കിൽ ഈ ലൈൻ ഒന്ന് നോക്കുക. ഇത് 24,000 എന്ന് പറയുന്ന ഒരു ലെവലാണ്. 24,000 അപ്രോക്സിമേറ്റ്ലി. അപ്പോൾ ഈ ഒരു ലെവല് മാർക്കറ്റില് ഒത്തിരി അധികം ബിഗ് പ്ലേയേഴ്സ് കോൺട്രാക്റ്റുകൾ ആഡ് ചെയ്യുന്ന ഒരു ലെവലാണ്. അപ്പോൾ എല്ലായിടത്തും അവർക്ക് കോൺട്രാക്ട് ആഡ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ കൃത്യമായിട്ട് അറിയണം എന്ന് പറഞ്ഞിരുന്നു. കൃത്യമായിട്ട് അറിയണം അവർക്ക് എവിടെയാണ് കോൺട്രാക്ട് ആഡ് ചെയ്യാൻ പറ്റുന്നത്, എവിടേക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. അവർ ഏറ്റവും അധികം കോൺട്രാക്റ്റുകൾ, ഇപ്പൊ നിഫ്റ്റിയുടെ കേസ് എടുത്തു കഴിഞ്ഞാൽ അവർ ഏറ്റവും അധികം കോൺട്രാക്ട് ആഡ് ചെയ്യുന്നത് ഹൺഡ്രഡ്സിന്റെ മൾട്ടിപ്പിൾ ആണെന്ന് പറഞ്ഞിരുന്നു. അതായത് 24,000, 24,100, 24,200, 24,300, ഇങ്ങനെ 100ന്റെ മൾട്ടിപ്പിൾ ഉണ്ടല്ലോ. അവര് ഏറ്റവും അധികം കോൺട്രാക്ട് ആഡ് ചെയ്യുന്നത് ഹൺഡ്രഡ്സിന്റെ മൾട്ടിപ്പിൾ ആണെന്ന് പറഞ്ഞിരുന്നു. ഓക്കെ, ഹൺഡ്രഡ്സിന്റെ മാത്രമല്ല, അവർക്ക് കാരണം അവൈലബിൾ ആയിട്ടുള്ളത് 150 മാത്രമാണ്. 100ന്റെയും 50യുടെയും മൾട്ടിപ്പിൾ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ കോൺട്രാക്ട് എടുക്കുക. മറ്റൊരു സ്ഥലത്ത് അവർക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോ അതിൽ തന്നെ ഈ 100ലും 50യുടെ മൾട്ടിപ്പിളില് ഏറ്റവും അധികം ആഡ് ചെയ്യുന്നത് എവിടെയാണ്? ഹൺഡ്രഡ്സിന്റെ മൾട്ടിപ്പിൾ ആണെന്ന് പറഞ്ഞിരുന്നു. ഓക്കെ, ഇത് ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞു. ഞാൻ കുറച്ച് എക്സാമ്പിൾ ഒക്കെ കാണിച്ചു തന്നിരുന്നു. അതായത് ഈ പറഞ്ഞിരുന്ന മാർക്കറ്റില് ഇത്തരം ഹൺഡ്രഡ്സിന്റെ മൾട്ടിപ്പിൾസില് ഒരു ഫോൾസ് ബ്രേക്ക്ഔട്ട് നടത്തിയിട്ടാണ് മാർക്കറ്റ് ഒരു മേജർ മൂവ്മെന്റ് നടത്തുന്നത് എന്നത് ഞാൻ അതിനകത്ത് കൃത്യമായിട്ട് പറഞ്ഞിരുന്നു. ഏതെങ്കിലും ചാർട്ടിന്റെ ലെവലിലല്ല, ക്യാൻഡിൽ സ്റ്റിക്കിന്റെ ലെവലിലല്ല, കോൺട്രാക്ട് ലെവലുകളിൽ. എവിടെയാണ്? കോൺട്രാക്ട് ലെവലുകളിൽ. നമ്മൾ പലപ്പോഴും ചോദിക്കില്ലേ, മാർക്കറ്റ് ഫോൾസ് ബ്രേക്ക്ഔട്ട് തന്നു, മാർക്കറ്റ് ഡൗൺ സൈഡ് പോയി, ഇത് എവിടെയാ നടക്കുന്നേ? നമ്മളെപ്പോഴും ഇത് ചാർട്ടിന്റെ ലെവലിലല്ല, ക്യാൻഡിൽ സ്റ്റിക്കിന്റെ ലെവലിലല്ല ഈ ഫോൾസ് മൂവ്മെന്റ് നടക്കുന്നത്, കോൺട്രാക്ട് ലെവലുകളിൽ. ഇതറിയണം. ട്രേഡ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. നമുക്ക് ഇതിനെ പറ്റിയുള്ള വീഡിയോസ് വളരെ കുറവായിരിക്കും, ഇല്ല എന്ന് പറയുന്നില്ല, ഉണ്ടാവും, പക്ഷെ വളരെ ചുരുക്കമായിരിക്കും. നമുക്ക് കൂടുതൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ക്യാൻഡിൽ സ്റ്റിക് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും പലയിടത്തും നമുക്ക് കാണാൻ പറ്റുക. പക്ഷെ മാർക്കറ്റ് വർക്ക് ചെയ്യുന്നത് ബിഗ് പ്ലേയേഴ്സ് എവിടെ ട്രേഡ് എടുക്കുന്നുവോ അത്ര ലെവലിൽ നിന്നാണ് സ്ട്രോങ് ആയിട്ടുള്ള റിവേഴ്സൽസ് ഉണ്ടാവുന്നത്. അപ്പോ ഇനി ലാസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം ഞാൻ ഒരു ഗ്യാപ്പ് കൊടുത്തിരുന്നു. അതിനുശേഷം ഒരു വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല. ഒരു 2-3 വീക്സ് ഒരു ഗ്യാപ്പ് കൊടുത്തിരുന്നു. മറ്റൊന്നിനുമല്ല, ആ പറഞ്ഞ കാര്യങ്ങൾ മാർക്കറ്റിൽ നടക്കുന്ന ഓരോരുത്തരും കാണണം. ആ വീഡിയോ ഞാൻ ലാസ്റ്റ് ഒരു വീക്ക്, കാരണം അതിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത് പാസ്റ്റ് ചാർട്ട് ഉപയോഗിച്ചിട്ടാണ്. പാസ്റ്റ് ചാർട്ട് ഉപയോഗിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ ആർക്ക് വേണമെങ്കിലും സാധിക്കുമല്ലോ. പക്ഷെ ആ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം ഒരു ഗ്യാപ്പ് കൊടുത്തിരുന്നു. ഗ്യാപ്പ് കൊടുത്തത് മറ്റൊന്നിനു വേണ്ടിയിട്ടല്ല, ആ പറഞ്ഞതിന് ശേഷം ആ കാര്യങ്ങൾ അതിനുശേഷം നടക്കുന്നത് ഓരോരുത്തരും കാണണം. അതിനുശേഷം നടക്കുന്നത് കാണണം. അതിനുശേഷം നമുക്കിത് ഈ മന്ത് ജൂണിന് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടില്ല. ജൂണിൽ അപ്ലോഡ് ചെയ്യാം. ജൂണിലെ ചാർട്ട് ചുമ്മാ എടുത്ത് നോക്കാം. ഞാൻ ആ പറഞ്ഞ കാര്യങ്ങൾ ഓരോരുത്തർക്കും മനസ്സിലാവും. ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ ഈ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ശ്രദ്ധിച്ച് സ്കിപ്പ് ചെയ്യാതെ കേട്ടോളാം, എന്നാലേ മനസ്സിലാവത്തുള്ളൂ. പെട്ടെന്ന് ഓടിച്ചു പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് കേൾക്കില്ല, മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങള് മാർക്കറ്റില് ഈ കഴിഞ്ഞ മാസം ഉണ്ടായ, അതായത് ഞാൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം ആ ഒരു ഗ്യാപ്പിൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. ആ ഒരു ഗ്യാപ്പില് മാർക്കറ്റിൽ ഈ ഹൺഡ്രഡ്സിന്റെ ലെവൽസിൽ ഉണ്ടായ മാനിപ്പുലേഷൻസ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്.
ഓക്കെ, ആ ലെവൽസിൽ മാർക്കറ്റിൽ ഉണ്ടായ സകല ബിഗ് മൂവ്മെന്റ്സും, മോസ്റ്റ് ഓഫ് ദ ബിഗ് മൂവ്മെന്റ്സും ഈ ഹൺഡ്രഡ്സിന്റെ ലെവലിലെ മാനിപ്പുലേഷൻ മൂലമാണ് ഉണ്ടായിരിക്കുന്നത്. ഈ ബിഗ് മൂവ്മെന്റ്സ് എന്ന് പറയുമ്പോൾ ചെറിയ മൂവ്മെന്റ്സ് അല്ല, 50 പോയിന്റ്സിന്റെ മൂവ്മെന്റ് അല്ല ഞാൻ പറയുന്നത്. 200-ഉം 300-ഉം പോയിന്റ്സ് മാർക്കറ്റിൽ ഉണ്ടായിട്ടുള്ള മൂവ്മെന്റ്സിനെ പറ്റിയിട്ടാണ്. ഉദാഹരണത്തിന് ഓരോന്നായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ചെറിയ മൂവ്മെന്റ്സ് ഇവിടെ കൺസിഡർ ചെയ്യുന്നില്ല. 100 പോയിന്റ് അത് മൂവ് ചെയ്യുന്നത് ഇവിടെ കൺസിഡർ ചെയ്യുന്നില്ല. 200-ഉം 300-ഉം പോയിന്റ് ഒക്കെ വന്ന ഫോളുകളെ പറ്റിയാണ് ഈ പറയുന്നത്. ഈ ഒരു മാസം മുന്നിലുള്ള എല്ലാം. ഉദാഹരണത്തിന് ഈ ഒരു ഫോള്, ഇത് എത്ര പോയിന്റ് ആണെന്ന് നോക്കിയേ. ഈ ഒരു ഫോള് നോക്കിയേ, ഇത് എത്ര പോയിന്റ് ആണ്? 230 പോയിന്റിന്റെ ഫോൾ ആണ്. ഇത് എങ്ങനെ ക്രിയേറ്റ് ആയെന്ന് നോക്കിയേ. ഇത് പെട്ടെന്ന് നോക്കുന്ന ഒരാൾക്ക് ഇത് മനസ്സിലാവില്ല. മാർക്കറ്റ് ഇങ്ങനെ അപ്സൈഡ് പോയേക്കുന്നു. പെട്ടെന്ന് സാധാരണ ഒരു ചാർട്ട് നോക്കുന്ന ഒരാൾ ഇങ്ങനെ ചിന്തിക്കുന്നത്, പെട്ടെന്ന് മാർക്കറ്റ് ഇവിടെ അപ്സൈഡ് പോയേക്കുന്നു, എന്തോ കാരണം കൊണ്ട് മാർക്കറ്റ് ഇവിടെ നിന്ന് റിവേഴ്സ് ആയേക്കുന്നു. ഓക്കെ, അപ്പൊ അവര് പെട്ടെന്ന് ചാർട്ട് എടുത്തിട്ട് പുറകോട്ടൊക്കെ നോക്കും, ഇവിടെ എന്തെങ്കിലും ഉണ്ടോ, ഇങ്ങനെയൊക്കെ നോക്കും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് ചാർട്ട് എടുത്തിട്ട് എങ്ങോട്ട് നോക്കേണ്ട കാര്യമല്ല. ഈ ഉണ്ടായേക്കുന്ന, നമ്മൾ കോൺട്രാക്ട് ലെവലിനെ പറ്റി പറഞ്ഞിരുന്നല്ലോ, ഇത് ഏത് കോൺട്രാക്ട് ലെവൽ ആണെന്ന് നോക്കി. ഇവിടെ ഒരു കോൺട്രാക്ട് ലെവൽ ഉണ്ടോ എന്ന് നോക്കിയേ. എല്ലായിടത്തും ഉണ്ടാവില്ലല്ലോ. 24,000 എന്ന് പറയുന്ന 24,200 എന്ന് പറയുന്ന ലെവൽ ഏതാണെന്ന് നോക്കിയേ. ഇതേ ഉദാഹരണത്തിന് ഞാൻ ഇവിടെ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. 24 100ന്റെ മൾട്ടിപ്പിള് ഏതെങ്കിലും ലെവൽ അല്ല, 100ന്റെ മൾട്ടിപ്പിള്. ഇത് കണ്ടോ, എക്സാക്ട്ലി 24,200 എക്സാക്ട് ആ ലെവലാണ് മാർക്ക് ചെയ്തേക്കുന്നത്. 24,200 എന്ന് പറയുന്ന ലെവൽ ഇത് ഇവിടെ കണ്ടോ. 100 എന്ന് പറയുന്ന ലെവലില് ഒരു ബ്രേക്ക് ഔട്ട് വന്നത് പെട്ടെന്ന് മാർക്കറ്റ് ഷൂട്ടപ്പ് ചെയ്തു. കണ്ടോ, പെട്ടെന്ന് മാർക്കറ്റ് ഷൂട്ടപ്പ് ചെയ്തു. എന്തിനാണ് എന്തുകൊണ്ട് കൃത്യം ആ ലെവലിൽ നടക്കുന്നു? 100ന്റെ മൾട്ടിപ്പിളിലാണ് ഈ പറയുന്ന സകല മാനിപ്പുലേഷൻസ് നടക്കുന്നത്. മാർക്കറ്റില് ആ ലെവൽ ബ്രേക്ക് ചെയ്തപ്പോൾ പെട്ടെന്ന് ഒരു വലിയ ക്യാൻഡിൽ വന്നത് കണ്ടോ. അതിനുശേഷം എന്താ സംഭവിച്ചേ? ഒരു ചെറിയ ഒരു 30-40 പോയിന്റ്സിന്റെ മൂവ്മെന്റ് തന്നതിന് ശേഷം മാർക്കറ്റ് എന്താ ചെയ്തെന്ന് നോക്കി. കണ്ടോ, 200 പോയിന്റ്സിന്റെ താഴേക്കുണ്ട്, ഡൗൺ സൈഡിലേക്കുണ്ട്. 200 പോയിന്റ്സിന് എബോവ് ഉള്ള ഒരു വലിയ ഫോള് ക്രിയേറ്റ് ചെയ്തു. ഇതൊക്കെ നടക്കുന്നത് ഇത്തരത്തിലുള്ള മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ള ലെവൽസ് ഏതാണ്? ഹൺഡ്രഡ്സിന്റെ മൾട്ടിപ്പിൾസിലാണ് ഇത്തരം മാനിപ്പുലേഷൻ നടക്കുന്നത്. ആ സമയത്ത് ഡേറ്റ നമുക്ക് എടുത്ത് ചെക്ക് ചെയ്യാൻ പറ്റും. ഞാൻ അതിനകത്തുള്ള ആ സമയത്തുള്ള മാർക്കറ്റിന്റെ ഡേറ്റ, ഈ ഹൺഡ്രഡ്സിന്റെ മൾട്ടിപ്പിൾ എത്ര കോൺട്രാക്ട് ഉണ്ട്, എത്ര സെല്ലേഴ്സ് ഉണ്ട്, എത്ര ബയേഴ്സ് ആണ് ഇവിടെ ഉള്ളത്, നമുക്ക് ഡേറ്റ, ലൈവ് ഡേറ്റ കിട്ടുമല്ലോ. ഓക്കെ, ഇത്തരം ഹൺഡ്രഡ്സിന്റെ മൾട്ടിപ്പിളിലാണ് ഇത്തരത്തിലുള്ള സ്ട്രോങ് മൂവ്മെന്റ്, മോസ്റ്റ് ഓഫ് ദ മൂവ്മെന്റും വരുന്നത്. അല്ലാതെ വരുന്നത് മാർക്കറ്റിൽ എന്തെങ്കിലും ന്യൂസോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ മാർക്കറ്റ് പെട്ടെന്ന് റിവേഴ്സ് ആയി പോകാം. അല്ലാത്ത സമയത്ത് ഈ പറയുന്ന ഹൺഡ്രഡ്സിന്റെ മൾട്ടിപ്പിൾസ് എന്നാണ് ഇത്തരത്തിലുള്ള സ്ട്രോങ് മൂവ്മെന്റുകൾ. ഇതൊരു എക്സാമ്പിൾ അല്ല, ഇഷ്ടം പോലെ എക്സാമ്പിൾ. ഈ ഒരു മന്ത്, ആ ഒരു മന്ത് ടൈം കൊടുത്തിരുന്ന അത് ഓരോരുത്തരും കാണാനും മനസ്സിലാക്കാനും വേണ്ടിയിട്ടാണ്. കണ്ടോ, ഞാൻ ഈ പറയുന്ന ചെറിയ മൂവ്മെന്റുകളെ പറ്റിയല്ല, ബിഗ് മൂവ്മെന്റ്സ്, വലിയ ഫോളുകളെ പറ്റി, ഈ മന്ത് ക്രിയേറ്റ് വലിയ ഫോളുകളെ പറ്റിയാണ് പറയുന്നത്. ഇതെടുത്ത് നോക്കി, ഇതൊരു വലിയ ഫോൾ ആണല്ലോ. അതൊന്ന് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഞാൻ ഈ പറയുന്നത് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ, ഏകദേശം 300 പോയിന്റ്സ് അടുപ്പിച്ചിട്ടുള്ള, ഇവിടെ കാണാം, ഇതുവരെയാണ് ആ ഫോൾ ക്രിയേറ്റ് ആയിട്ടുള്ളത്. 336 പോയിന്റ്, 300. ഞാൻ നേരത്തെ പറഞ്ഞു 200-300 പോയിന്റ് ഉള്ള ഫോളുകളാണ് കാണിക്കുന്നത്, അല്ലാതെ 50 പോയിന്റോ 100 പോയിന്റോ ഉള്ള ചെറിയ മൂവ്സ് അല്ല, വലിയ മൂവ്സിനെ പറ്റിയാണ് ഈ പറയുന്നത്. ഇത് ഏത് ലെവലാണെന്ന് നോക്കി. ഇതൊരു കോൺട്രാക്ട് ലെവല് ബ്രേക്ക് ഔട്ട് ചെയ്ത് പോയതിനു ശേഷം 24,100, ഞാൻ ഈ മാർക്ക് ചെയ്തേക്കുന്നത് ഇവിടെ കാണാം. 24,000, ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, 24,100. കണ്ടോ, എക്സാക്ട് ആ ലെവലാണ് 24,100. മാർക്കറ്റ് മോർണിംഗ് എന്താ ചെയ്ത് നോക്കി. മാർക്കറ്റ് ഫോളോ ആവാനുള്ള മോർണിംഗ് എന്താ ചെയ്ത് നോക്കി. മാർക്കറ്റ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തു, എന്നിട്ട് ഉടനെ ഫോളോ ആവുകയല്ല, മാർക്കറ്റ് ആ കോൺട്രാക്ട് ലെവല് ബ്രേക്ക് ചെയ്തു. 24,100 100ന്റെ മൾട്ടിപ്പിൾ ആണ്. അത് ബ്രേക്ക് ചെയ്ത് അപ്സൈഡ് പോകുന്നതായിട്ട് കാണിച്ചിട്ടാണ് മാർക്കറ്റ് എന്ത് ചെയ്തത്, ഈ പറയുന്ന 300 പോയിന്റിന്റെ ഹ്യൂജ് ഫോള് തന്നിരിക്കുന്നത്. ഇതെല്ലാം കോൺട്രാക്ട് ലെവലിൽ നിന്നാണ് ഈ പറയുന്ന ഹ്യൂജ് ഫോളിന്റെ സ്റ്റാർട്ടിങ്.
അത് മനസ്സിലാക്കുക. ഏതെങ്കിലും റാൻഡം ലെവലിൽ നിന്നല്ല, കോൺട്രാക്ട് ലെവൽസിലാണ് ഇത്തരം മാനിപ്പുലേഷൻസ് നടക്കുന്നത്. റാൻഡം ക്യാൻഡിൽ സ്റ്റിക്ക് നോക്കിയിട്ടുള്ള ലെവലിലല്ല. ഇത് മനസ്സിലാക്കുക. ഇത് പലർക്കും അറിയില്ല. കോൺട്രാക്ട് ലെവൽസ് ഹൺഡ്രഡ്സിന്റെ മൾട്ടിപ്പിൾസ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇതിൽ. ഓക്കെ, ആ സമയത്ത് ഹൺഡ്രഡ്സിന്റെ മൾട്ടിപ്പിൾ ഡേറ്റ് ഒക്കെ നമുക്ക് എടുത്ത് അതിനകത്ത് നോക്കാൻ പറ്റുന്നതാണ്. നമുക്ക് ഓയ ഡേറ്റ് പലർക്കും അറിയാം. അത് ചെക്ക് ചെയ്യാൻ ആൾറെഡി അറിയാവുന്നവരൊക്കെ ഉണ്ടാവും. അത് അറിയാത്തവർ അത് വീഡിയോ ചെയ്യണമെങ്കിൽ ഞാൻ വീഡിയോ ചെയ്യാം. ചെറിയ അതിന്റെ ബേസ് വീഡിയോ ഞാൻ ആൾറെഡി ചെയ്തിട്ടുണ്ട്. അത് ചെക്ക് ചെയ്യുന്നതിന്റെ ബേസ് വീഡിയോ ആൾറെഡി ചെയ്തിട്ടുണ്ട്. ഈ ടൈമില് ഈ 23 ഈ ടൈമില് പറയാൻ വിട്ടു ഒരു കാര്യം. ഈ ടൈമില് ആൾറെഡി ഈ സമയത്ത് 23 ജൂൺ ആ സമയത്ത് ഈ കോൺട്രാക്ട് ലെവലിൽ ഇവിടെ ഏകദേശം 4 കോടിയോളമാണ് സെല്ലേഴ്സ്. അതിന്റെ ഡേറ്റ ഞാൻ ആൾറെഡി ലൈവ് റെക്കോർഡ് ചെയ്ത് എൻ്റെ ഉണ്ട്. ഞാൻ വേണ്ട വാട്സപ്പ് ഗ്രൂപ്പിൽ അത് പ്രൊവൈഡ് ചെയ്യാം. ആ സമയത്തെ ഡേറ്റ ലൈവ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അത് എൻ്റെ ഉണ്ട്, അപ്ലോഡ് ചെയ്തിട്ടില്ല. അത് ഞാൻ ഗ്രൂപ്പിൽ വേണമെങ്കിൽ ആ വീഡിയോ പ്രൊവൈഡ് ചെയ്യാം. 4 കോടിയോളം സെല്ലേഴ്സ് ഇവിടെ ഉണ്ട്. ബയേഴ്സ് ആകെ 1.5 കോടിയെ കണ്ടേ ഉള്ളൂ. 1.75 ഉള്ളൂ. പക്ഷേ അതേസമയം സെല്ലേഴ്സ് 4 കോടി. അത്രയും സെല്ലേഴ്സ് ഒരു കോൺട്രാക്ട് ലെവലിൽ നിൽക്കുമ്പോൾ ഇത് അപ്സൈഡ് പോകുമോ? ഒന്ന് ചിന്തിച്ചു നോക്കി. ഇത് അപ്സൈഡ് പോകുമോ? ഇല്ല, ഇത് അപ്സൈഡ് പോകില്ല. ഇത് ഒരു ക്യാൻഡിലും നമുക്ക് പറഞ്ഞു തരില്ല. ഇത് ഒരു ക്യാൻഡിലും പറഞ്ഞു തരില്ല. ഞാൻ എല്ലാം കൂടെ ഒരൊറ്റ വീഡിയോയിലോ ഇങ്ങനെ പറയുന്നതല്ല. ഈ കുറച്ച് മാർക്കിനെ മനസ്സിലാക്കി എടുക്കുക. ഞാൻ ആ ഒരു ഗ്യാപ്പ് കൊടുത്തിരുന്ന തന്നെ, വീഡിയോ അപ്ലോഡ് ചെയ്യാത്ത ഗ്യാപ്പ് കൊടുത്തിരുന്ന തന്നെ, ആ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിരുന്ന കാര്യങ്ങൾ മാർക്കറ്റ് നടക്കുന്ന കാണണം. ഞാൻ പറഞ്ഞിട്ടുണ്ടോ, ഹ്യൂജ് മൂവ്മെന്റ്സ് എപ്പോഴും ഇതുപോലുള്ള മാനിപ്പുലേറ്റീവ് ലെവൽസ് നിന്നാണ് ഉണ്ടാവുന്നത്. ഞാൻ വലിയ മൂവ്മെന്റ് മാർക്കറ്റിലെ എല്ലാ ചോപ്പി മാർക്കറ്റൊന്നും എടുക്കുന്നില്ല. ഈ മാസം ഉണ്ടായ വലിയ മൂവ്മെന്റ്സ് മാത്രം, വലിയ ഫോളുകളാണ് ഈ കാണിച്ചു തരുന്നത്. ഈ മാസം ഉണ്ടായ വലിയ ആ വീഡിയോ അപ്ലോഡ് ചെയ്തതിനു ശേഷം ഈ മാസം മാർക്കറ്റിലുണ്ട വലിയ ഫോളുകളായി കാണിച്ചു തരുന്നത്. ഓക്കെ, അത് മനസ്സിലാക്കുക. മാർക്കറ്റിൽ അത്തരം മൂവ്മെന്റുകൾ മനസ്സിലാക്കുക. അത് ഇവിടെയൊക്കെ കണ്ടോ? ഇത് എത്ര പോയിന്റ് ആണെന്ന് നോക്കി. ആദ്യം അത് എത്ര പോയിന്റ് ആണെന്ന് നോക്കി. ഏകദേശം 200 പോയിന്റ്സ്. അതിന് താഴെയുള്ള എടുക്കുന്നില്ല. 200ന്റെ താഴെയുള്ളത് ഞാൻ എടുക്കുന്നില്ല. കാരണം ബിഗ് മൂവ്മെന്റ്സ് മാത്രമേ കാണിച്ചു തരുന്നുള്ളൂ. ബിഗ് മൂവ്മെന്റ്സ് മാത്രമേ എടുക്കുന്നുള്ളൂ. ചെറിയ പോയിന്റ് 5, 10, 20, 50 പോയിന്റിനെ പറ്റിയല്ല. ബിഗ് മൂവ്മെന്റ്സ് ആണ്. ഇതെല്ലാം കോൺട്രാക്ട് ലെവലുകളിൽ നിന്നാണ് വരുന്നത്. ഉദാഹരണത്തിന് ഈ ലെവൽ നോക്കിയേ. ഇത് 100ന്റെ മൾട്ടിപ്പിൾ ആണ്. നോക്കിയേ, ഇത് എക്സാക്ട്ലി ഞാൻ ഇവിടെ കൊടുക്കാം. 24,000 ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു. കണ്ടോ? ആ ഒരു ബ്രേക്ക് ഔട്ട് ഇവിടെ എന്താ സംഭവിച്ചെന്ന് നോക്കി. മാർക്കറ്റിംഗ് മോർണിംഗ് നേരത്തെ കണ്ട അതേ പാറ്റേൺ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ? താഴേക്ക് ഒരു മൂവ്മെന്റ് പോകുന്നതിന് മുൻപ് മാർക്കറ്റ് എന്താ ചെയ്യുന്നത്? നേരെ അപ്സൈഡിലേക്ക് പോയി. ഇവിടെ കണ്ടോ, ഒരു കോൺട്രാക്ട് ലെവൽ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് ഒരു 200 പോയിന്റ്സിന്റെ ഫോള്. നമ്മൾ ഇതുവരെ ഒരു 300, 200, 300 പോയിന്റ് ഉള്ള ഫോളുകൾ കണ്ടതാണ്. ഹ്യൂജ് ഫോൾസ് നമ്മൾ കണ്ടതാണ്. എല്ലായിടത്തും ഈ കണ്ട 3 ഫോളിലും കോമൺ ആയിട്ട് കണ്ടത് എന്താണ്? മാർക്കറ്റ് ആദ്യം എന്ത് ചെയ്തു? ഒരു ലെവലിൽ അതിന് ബിലോ നിന്ന് അതിന് എബോ ഒരു ഫോൾസ് മൂവ്മെന്റ്. ഏത് ലെവലില്? കോൺട്രാക്ട് ലെവലിൽ ഒരു ഫോൾസ് ബ്രേക്ക് ഔട്ട് കൊടുത്തിട്ടാണ് ഈ പോകുന്നത്. ഇത്തരത്തിലുള്ള ഒത്തിരി മൂവ്മെന്റ് നടന്നിട്ടുണ്ട്. ഒത്തിരി അധികം. ഇപ്പൊ തന്നെ ഈ ഒരു ലാസ്റ്റ് ഒരു 2 വീക്സിലെ കാര്യം മാത്രം എടുത്തപ്പോൾ തന്നെ ഇത്രയും കണ്ടു. ഇനിയും ഒത്തിരി അധികം ഇതേപോലുള്ള മൂവ്മെന്റ് പലയിടത്തും നടന്നിട്ടുണ്ട്. അപ്പോ ഒരുപാട് വീഡിയോ ലെങ്ത് ആയി പോകും. ഞാൻ ഇത് പറയുന്നത് ഇത് എത്ര പേർക്ക് ഇത് മനസ്സിലാവുന്നുണ്ട്? ഞാൻ ഈ പറയുന്ന കോൺട്രാക്ട് ലെവൽ എന്താണെന്നും അത് എങ്ങനെയാണെന്നും ഇവിടെയൊക്കെ നമുക്ക് കാണാം. അത് മനസ്സിലാവുന്നുണ്ടെങ്കിൽ അത് പറയുക. അത് ക്ലിയർ ആവുന്നുണ്ടോ, അല്ലെങ്കിൽ മനസ്സിലാവുന്നില്ല, ഞാൻ പറയുന്ന കാര്യങ്ങൾ കണക്ട് ആവുന്നില്ലേ എന്നിട്ട് കണക്ട് ആവുന്നില്ലെങ്കിൽ അത് പറയുക. കുറച്ചെങ്കിലും മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഞാനിത് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. ഞാനത് കണ്ടിന്യൂ ചെയ്തതിന് കണ്ടിന്യൂഷൻ വരാം. ഗ്യാപ്പ് കൊടുത്തിരുന്നത് ഞാനത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ലാസ്റ്റ് വീഡിയോസിലൊക്കെ ഒരു ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയൊക്കെ പലയിടത്തും നമുക്ക് കാണാം. കണ്ടോ? ഇതൊക്കെ കണ്ടോ? ഇതെല്ലാം ഹൺഡ്രഡ്സിന് മൾട്ടിപ്പിളാ. ഇവിടെ കാണാം. 23,400 എന്ന് പറയുന്ന ലെവലാണ് അത്. അവിടെ കണ്ടോ? ഇതെന്താ നടന്നേന്ന് നോക്കി. സെയിം പാറ്റേൺ കണ്ടോ? സെയിം ഹൺഡ്രഡ്സിന്റെ മൾട്ടിപ്പിൾ ബ്രേക്ക് ചെയ്ത് പോയ പാറ്റേൺ കണ്ടോ? ഇതും 200 പോയിന്റ്സ് വരുന്ന മൂവ്മെന്റ്സ്, ഏകദേശം അത്രയും വരുന്ന മൂവ്മെന്റ്സ് ആണ് ഈ എടുത്തിരിക്കുന്നത്. വലിയ മൂവ്മെന്റ്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ, ചെറിയ പോയിന്റ്സ് എടുത്തിട്ടില്ല. ഈ ഫോളുകൾ മാത്രമാണ് ഞാൻ ഇപ്പൊ കാണിക്കുന്നത്. മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് രണ്ടും കൂടെ മിക്സ് ചെയ്യാതെ ഫോളുകൾ എടുത്ത് കാണിച്ചു തരുന്നത്. ഇതെല്ലാം ക്രിയേറ്റ് ആവുന്ന എവിടെയാണെന്ന് കണ്ടോ? ഈ മാനിപ്പുലേഷൻ എല്ലാം നടക്കുന്ന എവിടെയാണ്? നമുക്ക് എപ്പോഴും ഡൗട്ട് അല്ല, ഈ മാനിപ്പുലേഷൻ നടക്കുന്നു എന്ന് പറയുമ്പോൾ പലർക്കും അറിയില്ല അത് എവിടെയാണ്. അത് ഈ കോൺട്രാക്ട് ലെവലുകളിലാണ്.
അല്ലാതെ ക്യാൻഡിൽസ്റ്റിക് ലെവലിലല്ല. ഇതെപ്പോഴും നമ്മൾ മനസ്സിൽ വെച്ചേക്കുക. കോൺട്രാക്ട് ലെവലുകളാണ് മാർക്കറ്റിൽ ഇമ്പോർട്ടന്റ്, ക്യാൻഡിൽസ്റ്റിക് ലെവൽസ് അല്ല എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, ഇതിനകത്ത് ഇനി ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിന്റെ കണ്ടിന്യൂഷൻ ചെയ്യാം ഇതിനകത്തുനിന്ന്. കാരണം ഇത് മാത്രം വെച്ചിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതിനകത്തുനിന്ന് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി. ഇത് ക്ലിയർ ആയിട്ടുണ്ട്, ഇതിനകത്ത് കുറച്ചെങ്കിലും ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഞാൻ ഇതിന്റെ കണ്ടിന്യൂഷൻ വീഡിയോ ചെയ്യാൻ. ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം പറയാം. ഇല്ല, ഉപകാരപ്പെട്ടിട്ടില്ല എന്നെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. എനിക്കറിയില്ല, കാരണം കാണുന്ന ഒരാൾക്കാണ് അത് മനസ്സിലാവേണ്ടത്. അത് തീർച്ചയായിട്ടും പറയുക. ഇത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇത്രയും കണ്ടെത്തി എത്ര പേരുണ്ടെന്ന് എനിക്കറിയില്ല, അത്രയും എത്ര പേര് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അത് കംപ്ലീറ്റഡ് എന്നുള്ളത് അല്ലെങ്കിൽ കമ്മിറ്റഡ് എന്നോ താഴെ കമന്റ് ചെയ്യുക. എന്നാലും എനിക്ക് മനസ്സിലാവത്തുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. എത്ര പേര് കണ്ടെത്തിയിട്ടുണ്ട്, എത്ര സ്വന്തമായിട്ട് ട്രേഡ് ചെയ്യുന്ന എത്ര പേര് ഇൻട്രസ്റ്റഡ് ആണ്, അല്ലെങ്കിൽ സ്വന്തമായിട്ട് പഠിക്കുന്ന എത്ര പേരുണ്ട് എന്നുള്ളതൊക്കെ അറിയാൻ കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ. താല്പര്യം ഉണ്ടെന്ന് ഞാൻ ഇത് കണ്ടിന്യൂ ചെയ്യാം. ഇതിന്റെ നെക്സ്റ്റ് വീഡിയോ അടുത്തൊരു 2-3 ഡേയ്സിനുള്ളിൽ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ, ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ. അത്ര